വെൽക്കം ടു അവർ ചാനൽ എജു ഈസ്. എല്ലാവർക്കും അറിയാം, ക്രിസ്മസ് എക്സാം ഇങ്ങനെ അടുത്തു. അപ്പം നമുക്കിനിയും ഓരോ ക്ലാസ്സസിൻ്റെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽസ് നമുക്കിനി അപ്ലോഡ് ചെയ്യാം. സാർ ഇന്ന് 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മോഡലാണ് നിങ്ങൾക്ക് മുമ്പായിട്ട് ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. സോഷ്യൽ സയൻസിൻ്റെ 8ൻ്റെ ഒരു 20 മാർക്കിൻ്റെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി സമയം കളയുന്നില്ല, എക്സാമാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഒരു സെക്കൻഡ് ടേമിനൽ എക്സാമിനേഷൻ റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1 to 3 ക്യാരി 2 മാർക്സ് ഈച്ച്. ആൻസർ എനി 2. അതായത് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 2 ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. പക്ഷേ നമുക്കിവിടെ എന്താണ് ഈ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ സാർ പറഞ്ഞു പോവുകയാണ്. ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എക്സാമിന് ഷുവറായിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും പഠിക്കുക. നമുക്കപ്പം ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ മേജർ സോഴ്സസ് ഫോർ ദ സ്റ്റഡി ഓഫ് ഏൻഷ്യൻ്റ് തമിഴകം? എന്താണ് ഏൻഷ്യൻ്റ് തമിഴകം എന്ന് പറഞ്ഞാൽ പ്രാചീന തമിഴകം അല്ലേ? പ്രാചീന തമിഴകത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് എന്തൊക്കെ സോഴ്സസ് ആണ് നമുക്കുള്ളത്? ആൻസർ: ദ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ്, ഏൻഷ്യൻ്റ് തമിഴ് സോങ്സ്, കോയിൻസ്, travelogues and a few Tamil inscriptions are the major sources of information on the history of ancient Tamilagam. എല്ലാവരും പഠിച്ചത് തന്നെയാണ്. ഈ പോയിന്റ്സ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 2 മാർക്ക് കിട്ടും. സെക്കൻഡ് ചോദ്യം, വാട്ട് ആർ ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്പ്? എന്താണ് ഫിസിക്കൽ മാപ്പും എന്താണ് കൾച്ചറൽ മാപ്പും? ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്താണ് ഫിസിക്കൽ മാപ്പ്? മാപ്സ് റെപ്രസെൻറ്റിംഗ് നാച്ചുറൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ഫിസിയോഗ്രഫി, ക്ലൈമറ്റ് എക്സെട്ര ആർ കോൾഡ് ഫിസിക്കൽ മാപ്പ്. എന്താണ് കൾച്ചറൽ മാപ്പ്? മാപ്സ് റെപ്രസെൻറ്റിംഗ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് സച്ച് ആസ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ആർ കോൾഡ് കൾച്ചറൽ മാപ്പ്. അപ്പോൾ ഫിസിക്കൽ മാപ്പ് എന്താണ്, കൾച്ചറൽ മാപ്പ് എന്ന് എഴുതിയ ആ രണ്ടെണ്ണം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. നെക്സ്റ്റ് തേർഡ് ചോദ്യം, ഹൂ ഡിസ്ക്രൈബ്ഡ് എക്കണോമിക്സ് ആസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്? സ്റ്റഡി ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞ ആ ഒരു എക്കണോമിക്സിനെ സ്റ്റഡി ഓഫ് വെൽത്ത് എന്ന് ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്? ആൻസർ ആദം സ്മിത്ത് ആണ് കേട്ടോ. വാട്ട് ഈസ് നോൺ ആസ് ദ തിയറി ഓഫ് ലേയ്സർ-ഫെയർ? എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ലേയ്സർ-ഫെയർ സിദ്ധാന്തം ആരാണ് കണ്ടുപിടിച്ചത്? അത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. സ്റ്റഡി ഓഫ് വെൽത്ത് കൊണ്ടുവന്നത് ആ ഒരു ടേം, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് വെൽത്തിനെ, എക്കണോമിക്സിനെ സ്റ്റഡി ഓഫ് വെൽത്ത് എന്ന് വിശേഷിപ്പിച്ചത് ആദം സ്മിത്ത് ആണ് കേട്ടോ. ഇനി ദ തിയറി ഓഫ് ലേയ്സർ-ഫെയർ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദം സ്മിത്ത് വാണ്ടഡ് ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് ആർഗ്യൂഡ് ഫോർ മോർ ഫ്രീഡം ടു ഇൻഡിവിജ്വൽസ്. എന്താണ് എന്ന് വെച്ചാൽ എന്താണ്? ജസ്റ്റ് അതെന്താണെന്ന് സാറൊന്ന് പറഞ്ഞുതരാം. എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും പിന്നെന്താണ് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ഉള്ള ഒരു ആശയം നമ്മുടെ ആദം സ്മിത്ത് എന്ത് ചെയ്തു? മുന്നോട്ട് വെച്ചു. ഈ ആശയത്തെയാണ് എന്തെന്ന് പറയുന്നത്? ലേയ്സർ-ഫെയർ സിദ്ധാന്തം അല്ലെങ്കിൽ ലേയ്സർ-ഫെയർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെ എന്ത് ചെയ്യുക? മാക്സിമം പരിമിതപ്പെടുത്തിയിട്ട് വ്യക്തികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നുള്ള തിയറിയാണ് ദ തിയറി ഓഫ് ലേയ്സർ-ഫെയർ. ഇനിയും നെക്സ്റ്റ് ചോദ്യം എന്താണ്? ഇത്രയും ഈ 3 ചോദ്യം 2 മാർക്സ്. അപ്പം 3 ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ പറ്റും. 2 മാർക്കിനൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ 3 × 2 6 മാർക്ക് നിങ്ങൾക്ക് കയ്യിൽ സുരക്ഷിതമാണ്. നെക്സ്റ്റ് 4 to 5, 4ഉം 5ഉം ഈ 2 ചോദ്യത്തിനും 3 മാർക്ക് വീതമുള്ള ചോദ്യമാണ്. ഇതിപ്പം ഒരു 20 മാർക്കിൻ്റെ ചോദ്യമാണ്. പക്ഷെ നമുക്കിതിൽ ഏകദേശം ഒരു 40 മാർക്കിന് അടുത്തോളമുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം അടുത്ത ചോദ്യം, ലിസ്റ്റ് ഡൗൺ എനി 3 എക്കണോമിക് ഐഡിയാസ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ഏതെങ്കിലും 3 സാമ്പത്തികപരമായിട്ടുള്ള ഐഡിയാസ് എഴുതുക. ഒന്നാമത്തത് പ്രയോറിറ്റി ടു റൂറൽ അഗ്രികൾച്ചറൽ സിസ്റ്റം. ഗാന്ധിജി കൂടുതൽ പ്രയോറിറ്റി നൽകിയത് റൂറൽ അഗ്രികൾച്ചർ സിസ്റ്റത്തിനാണ്. നെക്സ്റ്റ് എംബസൈസ് ഓൺ സ്മാൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. എന്താണ്? ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ കൂടുതൽ ഇത് നൽകിയിരുന്നു. ഫോർമേഷൻ ഓഫ് ആൻ ഇക്കോണമി ബിൽറ്റ് ഓൺ ഇക്വാലിറ്റി. ദീസ് ആർ ദ 3
എന്താണ് ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ്, എക്കണോമിക് ഐഡിയാസ് ഓഫ് ഗാന്ധിജി. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 എസെൻഷ്യൽ ക്വസ്റ്റ്യൻസ് ഇൻ എക്കണോമിക്സ്? എക്കണോമിക്സിലെ 3 എസെൻഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്? ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആ 3 ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 3 മാർക്സ് കിട്ടും. എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. ഒന്നാമത്തത് എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് എന്താണ്? ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. നെക്സ്റ്റ് എന്താണ്? ഹൗ ടു പ്രൊഡ്യൂസ്. അടുത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഈ 3 ചോദ്യം എഴുതിയാൽ 3 മാർക്സ് ആണ്. സ്ഥിരം എക്സാമിന് കാണുന്ന ഷുവർ ചോദ്യങ്ങളാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണത്തില്ല, നിങ്ങൾ നോക്കിക്കോ. ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യത്തിന് ഇതിലെ മിക്ക ചോദ്യങ്ങളും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് കണ്ടിരിക്കും കേട്ടോ. അപ്പം 3 എസെൻഷ്യൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇനി നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. 6ാമത്തെ ചോദ്യം, ഡിസ്റ്റിങ്ക്യൂഷ് ലാർജ് സ്കെയിൽ മാപ്സ് ആൻഡ് സ്മാൾ സ്കെയിൽ മാപ്സ് വിത്ത് 1 എക്സാമ്പിൾ. എന്താണ്? ലാർജ് സ്കെയിൽ മാപ്പ് എന്താണെന്ന് എഴുതുക, സ്മാൾ സ്കെയിൽ മാപ്പ് എന്താണെന്ന് എഴുതുക, അതിനേതിലും ഒരു എക്സാമ്പിൾ. സാർ അതിൽ അപ്പം എന്താണ് ലാർജ് സ്കെയിൽ മാപ്പ്, എന്താണ് സ്മാൾ സ്കെയിൽ മാപ്പ്? നമുക്ക് ആദ്യം സ്മാൾ സ്കെയിൽ മാപ്പ് എന്താണെന്ന് പറയാം. സ്മാൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ മാപ്സ് ഷോയിങ് ഓൺലി ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഓഫ് ലാർജർ ഏരിയാസ് ആർ കോൾഡ് സ്മാൾ സ്കെയിൽ മാപ്പ്. എന്താണ് സ്മാൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു വലിയ ഏരിയ എടുത്തിട്ട് ആ വലിയ ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം മാപ്പിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്മാൾ സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് സ്കെയിൽ മാപ്സ് എന്തായിരിക്കും? മാപ്സ് റെപ്രസെൻറ്റിംഗ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓഫ് എ സ്മാൾ ഏരിയ ആർ കോൾഡ് ലാർജ് സ്കെയിൽ മാപ്സ്. എന്താണ്? ഒരു ചെറിയ ഏരിയ എടുത്തിട്ട് അവിടുത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന മാപ്സ് അറിയപ്പെടുന്ന പേരാണ് ലാർജ് സ്കെയിൽ മാപ്സ്. ഇനി മാപ്സിന് 2 തരമുണ്ട് നമ്മൾ പറഞ്ഞു, സ്മാൾ സ്കെയിൽ മാപ്പും ലാർജ് സ്കെയിൽ മാപ്സും. അതിന് എക്സാമ്പിൾസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതൊരു ഫ്ലോ ചാർട്ട് പോലെ ഞാൻ വരച്ചിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റിൽ ഇത് തന്നെയാണ്. അപ്പം സ്മാൾ സ്കെയിൽ മാപ്സിന് എക്സാമ്പിളാണ് അറ്റ്ലസ് മാപ്പും വാൾ മാപ്പ്. അറ്റ്ലസ് മാപ്സും വാൾ മാപ്സും. ലാർജ് സ്കെയിൽ മാപ്പിന് ഉദാഹരണമാണ് കാഡസ്ട്രിയൽ മാപ്സ് ആൻഡ് ടോപ്പോഗ്രഫിക്കൽ മാപ്സ്. ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും 4 മാർക്സ് നിങ്ങൾക്ക് അതിന് കിട്ടിയിരിക്കും. നെക്സ്റ്റ് ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഡ്രെയിൻ തിയറി ഫോർവേഡ് ബൈ ദാദാഭായ് നവറോജി. എന്താണ് ഡ്രെയിൻ തിയറി? ഡ്രെയിൻ തിയറി ആരാണ് കൊണ്ടുവന്നതെന്നൊക്കെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നത് കേട്ടോ. ആരുടെ ഒരു ടേമാണ് ഡ്രെയിൻ തിയറി? ചോർച്ചാ സിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയും. എന്താണെന്നറിയോ? ദാദാഭായ് നവറോജിയാണ് കേട്ടോ. അപ്പോൾ ദാദാഭായ് നവറോജി പോയിൻറ്റഡ് ഔട്ട് ദ ബ്രിട്ടീഷേഴ്സ് വെയർ ഡ്രെയിനിങ് അവർ റിസോഴ്സസ്. നമ്മളുടെ സാധനങ്ങൾ, റിസോഴ്സസിലെല്ലാം ഡ്രെയിൻ ചെയ്യുകയാണ്, ചോർച്ചയാക്കി, എന്താണ്, കട്ടുകൊണ്ട് പോവുകയാണ് ബ്രിട്ടീഷുകാർ. ആൻഡ് ദാറ്റ് ഈസ് ലെഡ് ടു എക്കണോമിക് ക്രൈസിസ് ആൻഡ് പോവർട്ടി. അങ്ങനെ ഇവിടെ നിന്നുള്ളതിനെല്ലാം ചോർത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇവിടം എന്താണ് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകയും ദാരിദ്ര്യം, പട്ടിണി പോലുള്ളവ ഉണ്ടാവുകയും ചെയ്യുന്നു. ദിസ് ഈസ് നോൺ ആസ് ഡ്രെയിൻ തിയറി. ഈ തിയറി അറിയപ്പെടുന്ന പേരാണെന്ത്? ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ ഡ്രെയിൻ തിയറിയുടെ കുറച്ച് റീസൺസ് കൊടുത്തിട്ടുണ്ട്. അതും സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. നിർബന്ധമായിട്ട് നിങ്ങളത് പഠിച്ചിരിക്കണം. 126-ാമത്തെ പേജിൽ മെയിൻ റീസൺസ് ഫോർ ഡ്രെയിൻ തിയറി ഉണ്ട്. അത് പഠിക്കാതെ പോകരുത്. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രെയിൻ തിയറി എന്താണെന്നും അതിൻ്റെ മെയിൻ റീസൺസും നിങ്ങൾ നോക്കിക്കോ. ഈ ചോദ്യം ഉറപ്പായിട്ടും കാണും. അപ്പോൾ അത് വിട്ട് കളയരുത് കേട്ടോ. അപ്പോൾ ഡ്രെയിൻ തിയറിയും അതിൻ്റെ റീസൺസും നിർബന്ധമായിട്ടും പഠിക്കണം. ഇപ്പോൾ ഈ 4 മാർക്കിനൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡ്രെയിൻ തിയറി, ഇപ്പോൾ നമുക്കിവിടെ ഡ്രെയിൻ തിയറി എന്താണെന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ ഒരു 4 മാർക്കിനൊക്കെ ഇത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ റീസൺസും കൂടെ പഠിക്കുകയാണെങ്കിൽ, ആ റീസൺസും കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റ് ഈ ഡ്രെയിൻ തിയറിയിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ റീസൺസും കൂടെ വരുവാണെങ്കിൽ ടീച്ചർ ഫുൾ മാർക്ക് ഇടും. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതിയിരിക്കണം കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് 8ാമത്തെ ചോദ്യം, 8th ചോദ്യം, സം കാറ്റഗറി ഓഫ് സംഗം ലിറ്ററേച്ചർ ആൻഡ് ദ മേജർ വർക്ക്സ് ഇൻ ദാറ്റ് കാറ്റഗറി ഈസ് ഗീവൻ ബിലോ. മാച്ച് ദം പ്രോപ്പർലി. ആ കൊടുത്തിരിക്കുന്ന സംഗം ലിറ്ററേച്ചർ, ആ സമയത്ത് സംഗം ലിറ്ററേച്ചറും അതിൻ്റെ മേജർ വർക്ക്സുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യുക. അത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കൊരു ഒരു വലിയൊരു ബോക്സിനകത്ത് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും പഠിക്കേണ്ടതാണ്. ആ ബോക്സ് ഫുള്ള് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അത് നമ്മുടെ പേജ് നമ്പർ എത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 91 അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാറ്റഗറി മേജർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ ആ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. നോക്കിയേ, ഒന്നാമത്തതാണ് 10 പാട്ട്. 10 പാട്ട് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ 10 പാട്ട് എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ കാറ്റഗറിയിലെ പ്രധാനപ്പെട്ട കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മധുര
രേഖാഞ്ചി കേട്ടോ. അടുത്തത് രണ്ടാമത്തതാണ് എട്ടുതൊയ്ക്കൈ എന്ന് പറയുമ്പം അതിൽ വരുന്ന പ്രധാനപ്പെട്ട വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പതിറ്റുപത്ത്. പുറം 400, അകം 400, പതിറ്റുപത്തൊക്കെ വരുന്നത് ഈ എട്ടുതൊയ്ക്കൈയിലാണ് കേട്ടോ. അടുത്തത് ഏതാണ്? 11 കീഴ്കണക്ക്. അതിലെന്താണ് വരുന്നത്? അതിൽ വരുന്നതാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏത്? തിരുക്കുറൽ കേട്ടോ, തിരുക്കുറൽ എന്ന് പറയുന്നത്. അടുത്തത് മഹാകാവ്യങ്ങൾ അല്ലെങ്കിൽ മഹാകാവ്യയിൽ വരുന്നതാണ് ചിലപ്പതികാരോ മണിമേഖലയൊക്കെ വരുന്നത് ഏതാണ്? നമ്മുടെ ഈ മഹാകാവ്യയിലാണ് കേട്ടോ. അത് ഒറ്റയടിക്കാനും നിങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ, ആ ബോക്സ് ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്കോ അതിൽ കൂടുതലോ നമുക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനിയും നമുക്ക് 5 മാർക്സിൻ്റെ ചോദ്യമാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. 5 മാർക്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 9 to 10 ക്യാരി 5 മാർക്സ് ഈച്ച്. ആൻസർ എനി 1 എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്ക് രണ്ടും പഠിച്ചിരിക്കണം. രണ്ടിലെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? എഴുതാൻ പറ്റിയിരിക്കണം കേട്ടോ. 9ാമത്തെ ചോദ്യം എന്താണ്? ദ തിണാസ് ഹാഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മൗൾഡിങ് ദ സോഷ്യൽ ലൈഫ് ഓഫ് ഏൻഷ്യൻ്റ് തമിഴകം. എക്സ്പ്ലെയിൻ എന്താണ്? അപ്പോൾ നമ്മൾ തിണകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. പ്രധാനമായിട്ടും നമുക്ക് 5 തിണകളാണുള്ളത് കേട്ടോ. പ്രധാനമായിട്ട് എത്ര തിണകളാണുള്ളത്? 5 കേട്ടോ. കുറിഞ്ചി, പിന്നെ മുല്ലേ, പാലേ, മരുതം, നെയ്തൽ. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ടെക്സ്റ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു എസ്സേ പോലെ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി സാർ അതൊരു ഒരു ബോക്സ് പോലെ ആക്കി ഞാൻ 3 എണ്ണമായിട്ട് തന്നിരിക്കും. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും കേട്ടോ. അപ്പം ഒന്നാമത്തതാണ് ടൈപ്സ് ഓഫ് തിനെ, രണ്ടാമത്തത് ഫിസിയോഗ്രഫി അല്ലെങ്കിൽ അതിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത, മൂന്നാമത്തത് അവരുടെ ഒക്കുപ്പേഷൻ അല്ലെങ്കിൽ തൊഴിൽ. ഒന്നാമത്തത് എന്താണ്? കുറിഞ്ചിയുടെ ഫിസിയോഗ്രഫി ഭൂപ്രകൃതി എന്താണ്? ഹില്ലി റീജിയൻ ആണ് കേട്ടോ. ഒരുമാതിരി കാടും മലയും എല്ലാം കൂടെ ചേർന്ന ഒരു പ്രദേശമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. അവിടുത്തെ ഒക്കുപ്പേഷൻ എന്താണ്? ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ്, അതായത് വനത്തിലെ വിഭവശേഖരണം അതൊക്കെ എന്ത് ചെയ്യുക? വേട്ടയാടുകയും ശേഖരിക്കുകയൊക്കെയാണ് കുറിഞ്ചി എന്ന് പറഞ്ഞ തിണയുടെ പ്രത്യേകത, അവിടുത്തെ പ്രധാനപ്പെട്ട ജോലി. അടുത്തത് മുല്ലേ എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡ്, പുൽമേടുകളാണ്. അവിടുത്തെ പ്രത്യേകത റിയറിങ് ഓഫ് കാറ്റിൽസ്, എന്താണ്? കന്നുകാലികളെയൊക്കെ വളർത്തുക. അടുത്തത് പാലേ എന്ന് പറഞ്ഞാൽ ഡ്രൈ ലാൻഡ്സ്, നമ്മൾ പറയും വരണ്ട പ്രദേശങ്ങൾ എന്ന് പറയും. അവിടുത്തെ ഒക്കുപ്പേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയാവോ? അവിടുത്തെ ഒക്കുപ്പേഷൻ സ്റ്റീലിംഗ് കാറ്റിൽ, ഇതേപോലെ തന്നെ നമ്മുടെ കന്നുകാലികളെയൊക്കെ എന്ത് ചെയ്യുകയാണ്? വളർത്തുകയൊക്കെയാണ് കേട്ടോ. വളർത്തുകയല്ല, അവിടെ സ്റ്റീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കവർച്ച, മോഷ്ടിച്ചുകൊണ്ട് പോവുക കേട്ടോ, സ്റ്റീലിംഗ് കാറ്റിൽ. അടുത്ത മരുതം എന്ന് പറയുന്നത് വെറ്റ് ലാൻഡ്, നമ്മൾ പറയും വയൽ പോലത്തെ പ്രദേശങ്ങളൊക്കെയാണ്. അവിടുത്തെ ഒക്കുപ്പേഷൻ പ്രധാനമായിട്ട് എന്താണ്? റൈസ് ആൻഡ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ, നെല്ലും കരിമ്പും കൃഷിയൊക്കെ ചെയ്യുക. അടുത്തത് നെയ്തൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റീജിയൻ, നമ്മൾ പറയുന്നത് തീരപ്രദേശമാണ് അവിടുത്തെ ഫിസിയോഗ്രഫി. അവിടുത്തെ ഒക്കുപ്പേഷൻ എന്താണ്? കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഫിഷിംഗ് ആൻഡ് സാൾട്ട് പ്രൊഡക്ഷൻ, മീൻപിടുത്തവും പിന്നെ എന്താണ്? ഉപ്പ് നിർമ്മിക്കൽ, ഉപ്പുണ്ടാക്കലുമാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾ ആ ടെക്സ്റ്റിലെ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ടെക്സ്റ്റിലൊരു വലിയ പാരഗ്രാഫായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഈ ബോക്സ് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് അല്ലെ 5 മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കണം. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി മാപ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? മാപ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എല്ലാവർക്കും അറിയാം സയൻസ് ആൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞൊരു വലിയൊരു ബോക്സ് നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. ആ ബോക്സ് ഫുള്ളി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ബൈ ഹാർട്ട് ആക്കിയിരിക്കണം കേട്ടോ. പേജ് നമ്പർ 112 കൊടുത്തിട്ടുണ്ട്. അതിൽ മിക്കപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെയാണ് സാർ അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സൈൻ എന്താണെന്ന് ചോദിച്ചാൽ അത് റിവർ ആണ് കേട്ടോ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിവർ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മറ്റേത് പഠിക്കേണ്ടെന്നല്ല, മറ്റേത് പഠിച്ചിരിക്കണം. ഇപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ 10ാമത്തെ ചോദ്യം എഴുതിയാൽ നിങ്ങൾക്ക് 5 എണ്ണം എഴുതിയാൽ 5 മാർക്ക് കിട്ടും. പക്ഷേ കുറിഞ്ചി, മുല്ലേ, പാലേ, മരുതം, നെയ്തൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിരിക്കണം. സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ആദ്യത്തേത് അപ്പോൾ എന്താണ്? റിവറാണ്. രണ്ടാമത് ഒരു സർക്കിൾ കൊടുത്തിട്ട് ഒരു ബ്ലൂ കളറിൽ ഇങ്ങനെ അതിൽ ഫുള്ള് കളേർഡ് ചെയ്ത് കാണപ്പെടുന്നതാണെങ്കിൽ അത് വെല്ലാണ് കേട്ടോ, പൊതു കിണർ അല്ലെങ്കിൽ കിണർ എന്ന് പറയുന്നതാണ്. മൂന്നാമത്തെ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതെന്താണ്? നമ്മുടെ പാലം അല്ലെങ്കിൽ ബ്രിഡ്ജാണ്. നാലാമത് ഓൾറെഡി എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്, അത് റെയിൽവേ ലൈനാണ്. അഞ്ചാമത്തതും സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്, അത് ഗ്രേവിയാർഡാണ്. അത് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അഞ്ചാമത്തെ ആ പിക്ചർ വന്നിട്ട് ചോദിച്ചിട്ടുള്ള അതെന്താണ്? ഗ്രേവിയാർഡാണ്. ഓക്കെ, ഇത്രയാണ് ഞാൻ സാറ് പാർട്ട് 1 സോഷ്യൽ സയൻസ് ക്ലാസ് 8 വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ തരുന്ന ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് യൂസ്ഫുൾ ആയിരിക്കും. ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിരിക്കും ഇതിലെ മിക്ക ചോദ്യങ്ങളും അങ്ങനെ ചോദിക്കും.
ചോദിച്ചിരിക്കും, ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സോഷ്യൽ സയൻസ് ബുദ്ധിമുട്ടായിട്ടുള്ള നിങ്ങളുടെ, അത് മാത്രമല്ല നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ ക്ലാസ്സസ് ഇടാനായിട്ടുള്ള ഒരു പ്രചോദനമാകത്തുള്ളൂ. അപ്പം എല്ലാവരും ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അത് നോട്ട്ബുക്കിലോട്ട് എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എഴുതി തന്നെ പഠിച്ചിരിക്കുക. ഉറപ്പായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ കൂടെ ഉണ്ട്. നമുക്ക് സോഷ്യൽ സയൻസ് A+, സോഷ്യൽ സയൻസ് മാത്രമല്ല നമുക്ക് എല്ലാ സബ്ജക്റ്റും ഞാൻ ഇങ്ങനെ ഇടാം. നമുക്ക് A+ നേടിയിരിക്കാം. അപ്പം ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.